ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കിയ കാരൻസിൻ്റെ ക്ലാവിസ് എന്ന് പറയുന്ന മോഡലിനെയാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ കിയ കാരൻസ് ഒരു SUV സെഗ്മെൻറ്റിൽ വരുന്ന കാറാണ്. MPV സെഗ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എർട്ടിഗേനായിട്ടാണ് കോമ്പറ്റീഷൻ, മാരുതി സുസുക്കി എർട്ടിഗേനായിട്ട് കോമ്പറ്റീഷൻ വരുന്ന കിയ കാരൻസിൻ്റെ കാരൻസിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് ക്ലാവിസ് എന്നുണ്ട് ഇപ്പോൾ ലോഞ്ചിങ് ആണ്. ആ ലോഞ്ചിങ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ ഈ ലോഞ്ചിങ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. നമ്മുടെ പഴയ കിയ കാരൻസും ഇപ്പോൾ കാരൻസ് ക്ലാവിസും തമ്മിലുള്ള ഡിഫറൻസ്. ഏതാണ്ട് 20ഓളം ഫീച്ചേഴ്സാണ് അവർ എക്സ്ട്രാ ആയിട്ട് ചെയ്തുള്ളത്. ഡിസൈനിലും മാറ്റമുണ്ട്, ഇൻറ്റീരിയറിൽ, അതുപോലെ സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്, പവർ ട്രെയിൻ, ഇതിലങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ മോഡലായിട്ട് കിയ കാരൻസ് ക്ലാവിസ് മാർക്കറ്റിൽ വരുന്നത്. അതുപോലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിയയുടെ ഏതെങ്കിലും ഷോറൂമിൽ പോയാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്കിംഗ് ഓപ്പൺ ആണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസൈനിൽ നമുക്ക് കാരൻസ് ക്ലാവിസിൽ വന്നിരിക്കുന്നത് LED DRLs ആണ്. അതിൻ്റെ ഫേസ് ലിഫ്റ്റാണ് ഏറ്റവും വലിയൊരു മാറ്റം. പിന്നെ നമുക്ക് അതിൽ 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ്. 17 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് ഇതിൽ വരുന്നത്. ഇൻറ്റീരിയറിൽ എന്ന് പറയുന്ന ചേഞ്ച് നമ്മുടെ കോമ്പറ്റീറ്ററിന് ഇതിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനോറമിക് സൺറൂഫ് ഉണ്ട്, വെൻറ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് ഉണ്ട്, ബോസിൻ്റെ 8 സ്പീക്കർ സോഴ്സ് സൗണ്ട് സിസ്റ്റം ഉണ്ട്, അതുപോലെ 12.3 ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ ഉണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് അത് സൈസ് ടച്ച് സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്കൊന്നും നമ്മുടെ കോമ്പറ്റീറ്റർക്കൊന്നും അടുത്ത് എത്താനേ പറ്റാത്ത ആ കിട്ടുക്കാച്ചി ഒരു ഇൻറ്റീരിയറാണ് വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് സേഫ്റ്റി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾസ് ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹയർ വേരിയൻസിൽ നമുക്ക് 2 ലെവൽ അഡാസും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു നമ്മുടെ ഇത് കോമ്പറ്റീറ്റർ വരുന്നില്ല എന്നുള്ള അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റർക്കൊന്നും ഇതിൻ്റെ അടുത്തേക്ക് ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ ഒരു കോമ്പറ്റീറ്റർക്കും പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കിയയുടെ എക്സിക്യൂട്ടീവ് തന്നെ പറയും. അപ്പോൾ അതിൽ നമുക്ക് കേൾക്കാം. നമ്മുടെ കാരൻസ് ഇപ്പൊ ക്ലാവിസ് ലോഞ്ച് ആയല്ലോ. അപ്പൊ അതിന്റെ സ്പെക്സ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയും. നമുക്ക് എന്താണ് അതിന്റെ പ്രത്യേകത, പഴയ കാരൻസും പുതിയ കാരൻസും? നമുക്ക് ഒരു കാരൻസ് ക്ലാവിസിലേക്കുള്ള ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാവിസ് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞ ഒരു ഗോൾഡൻ കീ ആണ്. പുതിയൊരു എക്സ്പീരിയൻസിലേക്കുള്ള ഒരു കീ ആയിട്ടാണ് കാരൻസ് ക്ലാവിസ് എന്നുള്ള ഒരു മാറ്റം നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ഫ്രണ്ട് ഫേഷ്യ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ ടൈഗർ ഫേസ് എന്നുള്ള ഒരു ഇൻസ്പിറേഷനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഒരു സ്റ്റാർ മാപ്പ് LED DRLs, പിന്നെ നമുക്ക് ഈ ഒരു ഫേസിൽ കൊടുത്തിട്ടുള്ള ഐസ് ക്യൂബ് LED ഹെഡ് ലാംപ്സ്, പിന്നെ ആ ഒരു സ്കിഡ് പ്ലേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മസ്കുലാരിറ്റി ഒക്കെയാണ് ഒരു ഡിസൈൻ വൈസ് ഈ സംഭവം അല്ലേ? അതെ, ഡിസൈൻ വൈസ് ക്ലാവിസിനെ വ്യത്യസ്തമാക്കുന്നത്. ആൻഡ് ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഒരു ഐവറി ആൻഡ് ബേജ് തീം, പിന്നെ ഒരു ഡാഷ്ബോർഡ് പുതിയൊരു പാറ്റേണിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ക്ലസ്റ്ററും ഒരു പാനോറമിക് ഡിസ്പ്ലേ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു 10.25 ഇഞ്ച് സൈസ് ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു 12.3 ഇഞ്ച് സൈസിലുള്ള ബിഗർ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കിയയുടെ വെൻഡേഴ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു പേരില്ല. പക്ഷേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓഡിയോ സിസ്റ്റം ബോസ് ഓഡിയോ സിസ്റ്റം ആണ് വിത്ത് 8 സ്പീക്കേഴ്സ്. നമുക്ക് അതിന്റെ എയർ ബാഗിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ? എയർ ബാഗിലൊന്നും നമുക്ക് ഡിഫറൻസ് ഇല്ല. നമുക്ക് മുമ്പേ തന്നെ കിയ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി മുമ്പും ഇപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് പോലെയുള്ള 18ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പുതിയതായിട്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ 20 ADAS ലെവൽ 2 സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. മുമ്പ് ADAS എക്യുപ്ഡ് ആയിരുന്നില്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ADAS എക്യുപ്ഡ് ആയിട്ടുള്ളതാണ്. ഇന്റീരിയർ ഒന്ന് കാണാം. ഇന്റീരിയറിലേക്ക് നമുക്ക് പുതിയതായിട്ട് ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രീമിയം എലഗൻസ് ആണ് നമുക്കിപ്പോൾ ക്ലാവിസിൽ കാണാൻ കഴിയുക. പിന്നെ മറ്റൊരു മാറ്റം എടുത്തു പറയേണ്ടത് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം AC കൺട്രോൾസും നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസിലേക്കും താഴെ ഇതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC കൺട്രോൾസിലേക്ക് നമുക്ക് സ്വാപ്പ് ചെയ്തിട്ടാണ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരു മാറ്റം നമുക്ക് കിയയുടെ പുതിയ ഡബിൾ D-കട്ട് സ്റ്റിയറിംഗ് ആണ്. അതിൽ ഓഫ്സെറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ലോഗോസ് ആണ് പുതിയ ഡിസൈനിൽ വന്നിട്ടുള്ളത്. മറ്റൊരു മസ്കുലർ ഐഡന്റിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് 17 ഇഞ്ച് ക്രിസ്റ്റൽ കട്ട് അലോയ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് 15 ഇഞ്ചസും 16 ഇഞ്ചസ് സ്റ്റൈൽഡ് വീലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വേരിയന്റ് വൈസ് നമുക്ക് ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുള്ളത്?
ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ പ്രൈസ് റേഞ്ച് വന്നിട്ടില്ല. നമ്മളിപ്പോ ഏകദേശം എന്നത്തോട് കൂടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. നമുക്ക് ഓൾറെഡി ബുക്കിംഗ്സ് ഓപ്പൺ ആണ്, ക്ലാവിസിന്റെ ബുക്കിംഗ്സ് ഓപ്പൺ ആണ്. പ്രൈസ് നിയർലി നമുക്ക് എന്തായാലും അനൗൺസ് ചെയ്യുന്നതാണ്. എന്തായാലും ഏറ്റവും ഇൻട്രൊഡക്ടറി പ്രൈസിംഗിൽ തന്നെ ആയിരിക്കുള്ളൂ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു വാഹനത്തിന്റെ പ്രൈസ് ലോഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഏറ്റവും ബെസ്റ്റ് ടൈമും അത് തന്നെയായിരിക്കും. താങ്ക്സ്.